കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് സോ സിമ്പിൾ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുക. മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് നമുക്ക് വേണ്ടിയത് 3 ബ്രെഡാണ്. ഇത്രയും സിമ്പിളായിട്ട് ഒരു ചായക്കടി നമ്മൾ ഇതുവരെ ഉണ്ടാക്കിക്കില്ല, എന്നാലോ ടേസ്റ്റോ അടിപൊളി ടേസ്റ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ വേഗം എടുത്ത് നമ്മളെ ബ്രെഡിൻ്റെ നടു റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ നമ്മളെ വട്ടത്തിലോ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുത്തോ. അങ്ങനെ നമ്മളിപ്പോൾ ചതുരത്തിലായിട്ടാ മുറിച്ചെടുക്കുന്നത്. അപ്പം നല്ലോണം നടു മുറിച്ച് മാറ്റി വെക്കണം. ഇത് നമുക്ക് ആവശ്യം വരുന്ന സാധനം കേട്ടോ, അതുകൊണ്ട് വേഗം നല്ല പോലെ മാറ്റി വെക്കണേ. പിന്നെ നമുക്ക് വേണ്ടി എന്തെന്നല്ലേ, 2 കദളിപ്പഴോ 1 മുട്ട, 2 സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനൊരു വിഷയമല്ല കേട്ടോ. ബട്ടർ ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളിത് ഉണ്ടാക്കാണ്ടൊന്നും നിൽക്കണ്ട. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് ഉപയോഗിച്ചാലും സാരില്ല. ബട്ടർ ഉപയോഗിക്കുന്നതിൽ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിലാണ് എപ്പോൾ നമ്മളെ തീ വെക്കാവും. കാരണം ബട്ടർ വേഗം കറുത്തു പോകും. അപ്പം നമ്മളെ ബ്രെഡ് കരിഞ്ഞു പോവും. അപ്പോൾ 3 ബ്രെഡില്ലേ നമ്മൾ നടു സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുത്ത 3 ബ്രെഡ് നമ്മൾ നേരെ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തുമ്മലേക്ക് വെക്കണം കേട്ടോ. ഇത് ബട്ടർ നമ്മളെ ബ്രെഡൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ കേൾക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്ത് നമ്മളെ കദളിപ്പഴ അത് നടുവിൽ വെച്ച് കൊടുക്കണേ. ഇത് 3 സ്ഥലമാണല്ലോ. നമ്മൾ ചെറുതാക്കി മുറിച്ചിടുന്നാണെങ്കിൽ 4 വെക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രമാണെങ്കിൽ വെക്കാം. എന്നും വിചാരിച്ചാൽ അയ്യോ ഓട്ട കടന്നൊന്നും വെക്കണ്ടേ. ഓട്ടയാ സംഭവം നമ്മളെ വട്ടയില്ലേ, ആ വട്ടം കടന്നൊന്നും വെക്കാൻ പാടില്ല. പിന്നെ നമ്മളൊരു മുട്ടയിലേക്ക് പഞ്ചസാര ഇട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ബ്രെഡ് വെച്ചിക്കില്ലേ, ആ സമയം കൊണ്ട് നമുക്ക് വേഗം പോയിട്ട് എന്ത് പണിയെടുക്കുക, അതൊന്ന് ഞെരിഞ്ഞ് വരണ്ടേ. ചെറുങ്ങനെ ഞെരിഞ്ഞ് വരുന്നിട്ട് നമ്മളെ മുട്ടയും പഞ്ചാരയും മിക്സ് ആക്കിക്കില്ലേ, അതും കൂടി അതിൻ്റെ മേലേക്ക് ഇങ്ങനെ നടുവിൽ മാത്രമാണ്, ആ നടുഭാഗത്ത് മാത്രം പാർന്നു കൊടുക്കണം. നല്ലോണം ഒഴിച്ച് കൊടുക്കണേ. നല്ലോണം ഒഴിച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് നമ്മൾ ഒന്നുകൂടെ കുക്ക് ചെയ്യണം കേട്ടോ. അന്നേരം നമ്മൾ എടുത്തു വെച്ച ബ്രെഡിൻ്റെ നടുവില്ലേ, ഏത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ്, അതുമിട്ട് നല്ലോണം ഒന്ന് അമർത്തി വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ എന്ത് പണിയെടുക്കണോ, ഇതൊന്ന് തിരിച്ചിടണം. വാവ്, അടിപൊളിയില്ലേ, കാണാൻ തന്നെ എന്ത് മൊഞ്ചാലേ. എന്നാൽ പിന്നെ വേഗം മറിച്ചിട്ട്, ഇത് നിങ്ങൾക്ക് ഫോണിലെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നല്ല മൊഞ്ചി തന്നെ നമുക്ക് കിട്ടിക്കേട്ടാ. എന്നിട്ട് നമ്മൾ തിരിച്ചൊന്നിട്ട് നല്ലോണം എന്ത് പണിയെടുക്കണോ, ഒന്നും കൂടി മറ്റേ ഭാഗം കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മളെ മുട്ടയെല്ലാം നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അങ്ങനെ 2 ഭാഗവും നല്ല പോലെ കുക്ക് ചെയ്യണം. എല്ലാം ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ, അത് പിന്നെ ഞാൻ പറയണ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവൂലേ. എന്നാൽ പിന്നെ 2 ഭാഗവും ക്രിസ്പി ആക്കി ഇങ്ങെടുത്ത് നമ്മളെ ബ്രെഡ് നേരെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണേ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വൈകുന്നേരം ഒരു കട്ടൻ ചായയും പിന്നെ നമ്മളെ ബ്രെഡും അടിപൊളി തന്നെ. എന്നാൽ പിന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ. അടുത്ത വീഡിയോ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.